ഫൽസഫത്തുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ ഫിലോസഫി. ഇത് ഈലിയ അബു മാലി എഴുതിയ ഒരു കവിതയാണ്. ഇതാണ് കവിത. അയ്യുഹഷാക്കി വമാബി കദാ ഉൻ. അയ്യുഹഷാക്കി, ആവലാതിപ്പെടുന്നവനെ, വമാബി കദാ ഉൻ, നിനക്ക് രോഗമൊന്നും ഇല്ലതാനും. രോഗമൊന്നുമില്ലാതെ പരാതിപ്പെടുന്നവനെ, ആവലാതി പറയുന്നവനെ. കൈഫ തഗ്ദു ഇദാ ഗദൗത അലീലൻ. കൈഫ തഗ്ദു, എങ്ങനെയായിത്തീരും നിൻ്റെ കാര്യങ്ങൾ. ഇതാ ഗദൗത അലീലൻ, നീ യഥാർത്ഥത്തിൽ നീ രോഗിയായിത്തീർന്നാൽ. രോഗമൊന്നുമില്ലാതെ തന്നെ വേവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ, ഇനി നീ രോഗിയായാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇന്ന ഷർറൽ ജുനാത്തി ഫിൽ അർളി നഫ്സുൻ. ഇന്ന ഷർറൽ ജുനാത്തി, ഏറ്റവും മോശമായ കുറ്റവാളികൾ, ഫിൽ അർളി, ഭൂമിയിൽ, നഫ്സുൻ, അത് ഒരാളാണ്, ഒരു മനുഷ്യനാണ്, ഒരു മനസ്സാണ്. അവൻ എന്താണ് ചെയ്യുന്നത്? തതവക്ക ഖബ്ല റഹീലി റഹീല, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യാത്രയെ ഭയപ്പെടുന്ന ആളാണ്, മനസ്സാണ്. അതായത് യാത്ര മീൻസ് മരണം. മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുമല്ലോ എന്ന പേടിയോടെ കഴിയുന്ന ആളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് പറയുകയാണ് കവി. വത്തറ ഷൗക ഫിൽ വുറൂദി, നിനക്ക് പനിനീർ ചെടിയിൽ, പനിനീർപ്പൂവിൽ മുള്ളുകൾ കാണാം, ഷൗക്ക് കാണാം. വതഅമ, നീ മുള്ളുകൾ പനിനീർ ചെടിയിൽ നീ കാണുന്നു. വതഅമ, പിന്നെയോ അന്ധനാവുകയും ചെയ്യുന്നു, കാണാതിരിക്കുകയും ചെയ്യുന്നു. എന്തിനെ? അൻതറ ഫൗകഹൻ നദ, അതിൻ്റെ മുകളിലുള്ള നദ, മഞ്ഞുതുള്ളിയെ, ഇക്ലീലൻ, ഒരു കിരീടമായിക്കൊണ്ട് അതിൻ്റെ മേലെ ഒരു മഞ്ഞുതുള്ളി ഇരിക്കുന്നുണ്ടാകും. എന്നാൽ ആ മഞ്ഞുതുള്ളിയെ നീ കാണുന്നില്ല. പകരം നീ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മുള്ളുകൾ മാത്രം കാണുന്നു. ജീവിതത്തിലുള്ള നന്മകളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഒന്നും കാണാതെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളും വിഷമങ്ങളും മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഹുവ ഇബ്ഉൻ അലൽ ഹയാത്തി, അത് ജീവിതത്തിലൊരു ഇബ് ഭാരമാണ്. ജീവിതം ഒരു ഭാരമാണ്. സഖീലുൻ, ഭാരമുള്ള, കനത്തൊരു ഭാരമാണത്. ആർക്ക്? മൻ യലുന്നുൽ ഹയാത്ത ഇബാൻ സഖീല, ജീവിതം നല്ല ഭാരമുള്ള ഒരു ഭാരമാണ് എന്ന് കരുതുന്നവർക്ക് ജീവിതം ഒരു ഭാരമാണ്, അല്ലാത്തവർക്ക് ഭാരമല്ല. വല്ലദീ നഫ്സുഹു ബിഗൈരി ജമാലിൻ, മനസ്സിൽ ഒരു സൗന്ദര്യവും ഇല്ലാത്തവൻ, ലാ യറാ ഫിൽ വുജൂദി ഷൈഅൻ ജമീല, വുജൂദിലെ, പ്രപഞ്ചത്തിലെ സൗന്ദര്യമുള്ള ഒന്നിനെയും അവൻ കാണുകയില്ല. മനസ്സിൽ സൗന്ദര്യം സൂക്ഷിക്കുന്നവനെ ചുറ്റുമുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയൂ. ലൈസ അഷ്ക മിമ്മൻ ഇറൽ ഐഷ മുറൻ, ജീവിതത്തെ കൈപ്പായി കാണുന്നവനേക്കാൾ ദൗർഭാഗ്യവാൻ, ദുഃഖിതൻ മറ്റാരുമില്ല. വതലല്ലു ലദാത്തി ഫീഹി ഫുളൂല, ജീവിതത്തിലുള്ള ലദാത്ത്, ആസ്വാദനങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവൻ വിചാരിക്കുന്നത് ഫുളൂലായിക്കൊണ്ടാണ്, മീൻസ് അനാവശ്യ കാര്യങ്ങളായിക്കൊണ്ടാണ് ആസ്വാദനങ്ങളൊക്കെ. അപ്പോൾ ജീവിതത്തിലെ ആസ്വാദനങ്ങളൊന്നും ആസ്വദിക്കാതെ ജീവിതത്തിൻ്റെ മോശമായ വശങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ജീവിതം ഒരു കയ്പാണെന്ന് വിചാരിച്ച് നിൽക്കുന്നവൻ, അവനേക്കാൾ വലിയ ദുഃഖിതൻ അല്ലെങ്കിൽ അവനേക്കാൾ വലിയ ദൗർഭാഗ്യവാൻ വേറെയില്ല. അഹക്കമുന്നാസ് ഫിൽ ഹയാത്തി ഉനാസുൻ, അഹക്കമുന്നാസ് ഫിൽ ഹയാത്തി, ജീവിതത്തിലെ ഏറ്റവും മഹത്വമുള്ളവർ, ഉനാസുൻ, അതൊരു കൂട്ടം ആളുകളാണ്. അവരെന്തു ചെയ്യുന്നു? അല്ലിലുഹ, അതിനെ അവർ വിശകലനം ചെയ്തു, ജീവിതത്തെ അവർ നന്നായി മനസ്സിലാക്കുന്നു. ഫഅഹ്സനു തഅലീല, അതിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതായത് ജീവിതത്തിനെ അവർ വിശകലനം ചെയ്ത് അതിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ആളുകളാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്വമുള്ളവർ. അതായത് ജീവിതത്തെ പോസിറ്റീവായി കാണുന്നവരാണ് ജീവിതത്തിൽ മഹത്വമുള്ളവർ. ഫതമത്ത ബിസ്സുബ്ഹി, നീ പ്രഭാതത്തെ ആസ്വദിക്കുക. മാതും തഫീഹി, നീ അതിലുള്ളിടത്തോളം കാലം, അതായത് നീ ജീവിതത്തെ ആസ്വദിക്കുക, ജീവിതത്തിൽ നീ ഉള്ളിടത്തോളം കാലം. ലാ തഖഫ് യസൂല, അത് പ്രഭാതം മാഞ്ഞു പോകുമ്പോൾ നീ പേടിക്കേണ്ട. മാഞ്ഞു പോകുമോ എന്ന് നീ പേടിക്കേണ്ട. ഹത്താ യസൂല, അത് മാഞ്ഞു പോകുന്നത് വരെ. അല്ലേ, പ്രഭാതം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്, എന്നാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോകുമല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. അതേപോലെ ജീവിതം കുറച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുമല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ എന്നോർത്തുകൊണ്ട് പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ നീ ജീവനുള്ള ആളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക? സന്തോഷത്തോടെ ജീവിക്കുക. മരണത്തിൻ്റെ സമയമായാൽ മരിക്കട്ടെ. വഇദാമ അലല്ല റഅസക ഹമ്മുൻ, നിൻ്റെ തലയിലൊരു വിഷമം, ഒരു ദുഃഖമുണ്ടായാൽ, ഖസ്സിർ അൽ ബഹസ ഫീഹി, അതിനെക്കുറിച്ചുള്ള ചിന്ത നീ കുറക്കുക. ഖസ്സിർ, നീ കുറക്കുക. കൈല യത്തൂല, അത് നീണ്ടുപോകാതിരിക്കാൻ. അതായത്
നമ്മുടെ തലയിൽ നമ്മുടെ മനസ്സിലൊരു ദുഃഖമുണ്ടായാൽ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നാൽ ആ ദുഃഖം അധികരിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക, എന്നാൽ അത് കുറഞ്ഞുകൊള്ളും. ആ ദുഃഖം പതിയെ മനസ്സിൽ നിന്നും മാറിക്കൊള്ളും. അദ്രക്കത്ത് കുൻഹഹ തുയൂറു റവാബി, കുന്നിൻപുറങ്ങളിലുള്ള പക്ഷികൾ വരെ അവയുടെ അവയുടെ സത്ത, അവയുടെ ജീവിതത്തിൻ്റെ ആ സത്ത, ആ രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഫമിനൽ ആരി അൻ തളല്ല ജഹൂല, എന്നിട്ടും നീ അത് മനസ്സിലാക്കാതിരിക്കുന്നത് വളരെ ലജ്ജാകരമാണ്. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ജീവിതത്തിൻ്റെ സത്ത എന്താണ്, ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ നീ കഴിയുകയാണെങ്കിൽ അത് വെറും ലജ്ജാകരമാണ്. പക്ഷികൾ വരെ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് കവിതയുടെ ആശയം. ജീവിതത്തെക്കുറിച്ച് എപ്പോഴും പരാതി പറയുന്നവരോടുള്ള ഒരു താക്കീതും ജീവിതത്തിൻ്റെ സൗന്ദര്യം കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് ഈ കവിത. ശുഭാപ്തി വിശ്വാസത്തോടെയും ആസ്വാദനത്തോടെയും ജീവിക്കണമെന്ന് കവി ആവശ്യപ്പെടുന്നു. ദുഃഖങ്ങളെ ഭയന്ന് സന്തോഷം വേണ്ടെന്ന് വെക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും വിലമതിക്കുകയും പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടുകയും ചെയ്യണമെന്നാണ് കവിതയുടെ കാതൽ. ഓക്കെ, ഇതാണ് ഈലിയ അബു മാലി എഴുതിയ കവിത. തൈരീഫ് ഷായർ. ഇനി ഷായറിനെ കുറിച്ച് പഠിക്കാം. ഈലിയ അബു മാലി 1889 മുതൽ 1957 വരെ ജീവിച്ച ഒരു കവിയാണ് അദ്ദേഹം. ഷായറുൻ ലുബ്നാനിയുൻ, ഒരു ലബനൻ കവിയാണ്. സാഫറ ഇല മിസർ, അദ്ദേഹം ആദ്യം മിസറിലേക്ക് പോയി. വഹുവ സൊബിയുൻ, കുട്ടിയായിരിക്കെ അദ്ദേഹം മിസറിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. നുഷിറത്ത് ഖസാഇദുഹു, അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫിൽ ജറാഇദിൽ മിസ്രിയത്തി മുൻദു സിഹദിഹി, തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഈജിപ്ഷ്യൻ പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നുഷിറ അവ്വലു ദീവാനിഹി തിദ്കാറുൽ മാലിഫി ആമി, 1911 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദീവാൻ കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്യപ്പെട്ടു. കവിതാ സമാഹാരം, കുറേ കവിതകൾ കൂടി കവിതാ സമാഹാരം, അതിനാണ് ദീവാൻ എന്ന് പറയുക. സുമ ഹാജറ ഇലൽ വിലായത്തിൽ മുത്തഹിദ ആമ 1912 അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അൽ വിലായത്തുൽ മുത്തഹിദ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോയി. ഷാറഖ ഫി തഅസീസ് റാബിത്തത്തുൽ കലമിയ മഅ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ വ മിഖാൽ നുഐമ, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ചേർന്നുകൊണ്ട് അദ്ദേഹം റാബിത്തത്തുൽ കലമിയ എന്ന പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിൽ പങ്കുചേർന്നു. റാബിത്തത്തുൽ കലമിയ എന്നത് അമേരിക്കയിലുള്ളൊരു അറബ് സാഹിത്യകാരന്മാരുടെ ഒരു സാഹിത്യ പ്രസ്ഥാനമാണ്, ഒരു സാഹിത്യ സംഘടനയാണ്. അത് സ്ഥാപിച്ചത് ഇവർ 3 പേരും കൂടെയാണ്. വ അസ്ദറ മജല്ലത്ത് അസമീർ എന്ന മാഗസിൻ അവർ പുറത്തിറക്കി. ഈ റാബിത്തത്തുൽ കലമിയയുടെ കീഴിൽ അസമീർ എന്ന മാഗസിൻ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്നും. വഹ്വ അമീർ ഷുഅറ ഫിൽ മഹജർ, അദ്ദേഹം മഹജർ ലിറ്ററേച്ചറിലെ അമീർ ഷുഅറ ആണ്, കവികളുടെ നേതാവാണ്. ഈ മഹജർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലുമായി അറബ് നാടുകളിൽ നിന്നും, പ്രത്യേകിച്ച് ലുബ്നാൻ, സിറിയ, ജോർദാൻ, ഫിലസ്തീൻ പോലുള്ള ആ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ അമേരിക്കയിലേക്ക്, പ്രത്യേകിച്ചും US-ലേക്കും അതേപോലെ കുറച്ച് പേര് ബ്രസീലിലേക്കുമൊക്കെ കുടിയേറിയിട്ടുണ്ട്. ആ അമേരിക്കയിലേക്ക് കുടിയേറിയ അവർ അവിടെ നിന്ന് അറബ് സാഹിത്യരചനകൾ നടത്തിയിട്ടുണ്ട്. ആ സാഹിത്യരചനകൾക്കാണ് മഹജർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അവരിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെയാണ് ഈ ജുബ്രാൻ ഖലീൽ ജുബ്രാനും മിഖായിൽ നുഐമയും ഈലിയ അബു മാലിയും ഒക്കെ. ഓക്കെ, ഒരുപാട് പേർ, 1,00,000-ൽ പരം ആളുകൾ അങ്ങനെ അമേരിക്കയിൽ ആ സമയത്ത് കുടിയേറിയിട്ടുണ്ട്. ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായ അറബികളാണ് അങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറിയത്. അവർ അവിടെ നിന്നും തങ്ങളുടെ ഭാഷയും സാഹിത്യവും മറക്കാതെ അതിനുവേണ്ടി അവിടെ പ്രവർത്തിച്ച മഹാന്മാരാണ്. ഓക്കെ, ഇനി കവിതയുടെ ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു, ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ഈ കവിത.